മൊഡ്യൂൾ 2-ൻ്റെ സെക്കൻഡ് പാർട്ടാണ് EST ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിംഗ്. Guidelines for communicating designs in writing. Know your purpose, know your audience, choose and organize the content, write with precisely and correctly, design your pages well, think visually, write ethically. These all are the ഗൈഡ്ലൈൻസ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നോ യുവർ പർപ്പസ്, എന്തിനാണ് നമ്മൾ എഴുതുന്നതെന്നും അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് നമ്മൾ എഴുതുന്നതെന്നും അറിയാനിരിക്കണം. നമ്മൾ ഓഡിയൻസ് ഏത് ടൈപ്പാണെന്ന് അറിയണം. ചൂസ് ഓർഗനൈസ് യുവർ കണ്ടൻറ്റ്, നമ്മൾ കണ്ടൻറ്റ് നമ്മൾ മനസ്സിലായിരിക്കണം. പിന്നെ എന്താ, വിത്ത് പ്രിസൈസ്ലി ആൻഡ് കറക്റ്റ്ലി, റൈറ്റ് കറക്റ്റായിട്ട് എഴുതാൻ ശ്രമിക്കുക. ഡിസൈൻ യുവർ പേജസ് വെൽ, പേജസ് നന്നായിരിക്കാൻ ശ്രമിക്കുക. തിങ്ക് വിഷ്വലി ആൻഡ് റൈറ്റ് എത്തിക്കലായിട്ട് എഴുതാൻ ശ്രമിക്കുക. നോ യുവർ പർപ്പസ്. നമ്മളിപ്പോൾ ഒരു കാര്യം എന്താ പറയുക, ഡിസൈൻ എഞ്ചിനീയറിങ്ങിൻ്റെ അകത്ത് എഴുതുന്ന സമയത്ത്, ഡിസൈൻ എഞ്ചിനീയറിങ്ങിൻ്റെ അകത്തല്ല, ഡിസൈൻ ചെയ്യുമ്പോൾ എഴുതുന്ന സമയത്ത് എന്താണ് ഫസ്റ്റ് ആയിട്ട് ഗൈഡ്ലൈൻസ് ആയിട്ട് വന്നതാണ് നോ യുവർ പർപ്പസ്. ദിസ് ഈസ് റൈറ്റിംഗ് അനലോഗ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻ ഓഫ് ഡിസൈൻ ആർട്ടിഫാക്റ്റ്. അന്നിപ്പോൾ നമ്മൾ എഴുതേണ്ടത് എന്താണെന്ന് വെച്ചാലോ അതിൻ്റെ ഒബ്ജക്റ്റീവ്സും ഫങ്ഷൻസും ആണ് നമ്മൾ എഴുതേണ്ടത്. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വേണം നമ്മൾ എഴുതാൻ വേണ്ടി. Just as we want to understand what the designed object must be and must do, we need to understand the goals and the goals of a report or presentation. നമ്മൾ മനസ്സിലാക്കണം എന്ത്, നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഗോൾസ്, അതിൻ്റെ ഗോൾസ് എന്തൊക്കെയാണെന്ന് ഒരു റിപ്പോർട്ടോ അല്ലെങ്കിൽ പ്രസൻറ്റേഷൻസിലൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. Design documentation seek to inform the client about the features of selected design. ഡിസൈൻ ഡോക്യുമെൻറ്റേഷൻസിൻ്റെ അകത്ത് നമ്മൾ എന്താണ് ക്ലയൻസിന് ഇൻഫോം ചെയ്യണം സെലക്റ്റഡ് ഡിസൈനിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. ഡിസൈൻ ടീം മേ ബി ട്രൈങ് ടു persuade a client that the design is best alternative. ഡിസൈൻ ടീം എന്താക്കാൻ ശ്രമിക്കും, ക്ലയൻറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും എന്താണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഡിസൈനാണ് മോസ്റ്റ് ബെസ്റ്റ് ഡിസൈൻ. എ ഡിസൈനർ മേ വിഷ് ടു റിപ്പോർട്ട് ഹൗ ഡിസൈൻ ഓപ്പറേറ്റേഴ്സ് ടു യൂസേഴ്സ് വെദർ ബിഗിനർ ഓർ ഹൈലി എക്സ്പീരിയൻസ്ഡ് വൺ. നോ യുവർ ഓഡിയൻസ്. When documenting a design, it is essential that a design team structure its materials to its targeted audience. Taking time to understand നമ്മൾ നമ്മളുടെ ഓഡിയൻസിനെ മനസ്സിലാക്കണം. നമ്മളൊരു ഡിസൈൻ ഡോക്യുമെൻ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, ഡിസൈൻ ടീം സ്ട്രക്ചറിൻ്റെ അകത്ത് എന്താണ് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻസ് ചെയ്യാൻ വേണ്ടി. ടേക്കിംഗ് ടൈം ടു അണ്ടർസ്റ്റാൻഡ് ദ ടാർഗറ്റ് ഓഡിയൻസ് വിൽ ഹെൽപ്പ് ടു എൻഷുർ ദാറ്റ് ദ മെമ്പർ അപ്രിഷിയേറ്റ് നമ്മൾ ഓഡിയൻസിൻ്റെ ഇഷ്ടപ്പെട്ടാൽ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ചെയ്താൽ അത് നമ്മളെ എന്താ പറയുക നമുക്ക് ഉറപ്പ് വരുത്താം ദാറ്റ് ദ പീപ്പിൾ വിൽ ലൈക്ക് ആൻഡ് എൻഷുർ ചെയ്യാം ദേ വിൽ അപ്രിഷിയേറ്റ് അസ്. ചൂസ് ആൻഡ് ഓർഗനൈസ് ദ കണ്ടൻറ് അറൗണ്ട് യുവർ പർപ്പസ് ആൻഡ് നോ യുവർ ഓഡിയൻസ്. The key element is the structure to presentation to best to reach the audience. നമ്മൾ ഒരു ഡിസൈൻ്റെ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ നമ്മളിപ്പോൾ റൈറ്റ് ചെയ്യുന്ന സമയത്ത് എഴുതുന്ന സമയത്ത് എന്തായിരിക്കണം, അതിൻ്റെ കീ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ ആയിരിക്കണം. എങ്ങനെ ഓഡിയൻസിലേക്ക് നല്ല രീതിയിൽ കൺവേ ചെയ്ത് എത്തിക്കാം എന്നുള്ളതിൻ്റെ ഒരു ബെസ്റ്റ് സ്ട്രക്ചർ ആയിരിക്കണം ആ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാലും. ദർ ആർ മെനി ഡിഫറെൻറ്റ് വേ ടു ഓർഗനൈസ് ഇൻഫോർമേഷൻ ഗോയിങ് ഫ്രം ജനറൽ കോൺസെപ്റ്റ് ടു സ്പെസിഫിക് ഡീറ്റെയിൽസ്. എന്ന് വെച്ചാൽ ജനറലായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കോൺസെപ്റ്റിൻ്റെ അകത്തു നിന്ന് അത് കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് പോകുന്ന രീതി എന്ന് വെച്ചാൽ അനലോഗ് ടു ഡിഡക്ഷൻ ഇൻ ലോജിക്ക്. ഗോയിങ് ഫ്രം സ്പെസിഫിക് ടു ജനറൽ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കുറച്ച് എന്താ പറയുക ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നതിൽ നിന്ന് അനലോഗസ് ടു ഇൻഡക്ഷൻ ഓർ ഇൻഫറൻസ്
അങ്ങനെ പോവാം. ഡിസ്ക്രൈബിങ് ദ ഡിവൈസസ് ഓർ സിസ്റ്റംസ്, ആ ഡിവൈസിനും അല്ലെങ്കിൽ ആ സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാം. വൺസ് ദ പാറ്റേൺ ഈസ് ചോസൻ ദ ടീം ഷുഡ് ട്രാൻസ്ലേറ്റ് ഇൻ ടു റിട്ടേൺ ഔട്ട്ലൈൻ. നമ്മളൊരു പാറ്റേൺ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഈ 3 പാറ്റേൺസ് ആണ് ഉണ്ടാവുക. ആ 3 പാറ്റേൺസിൽ ഏതോ ഒന്ന് അത് നമ്മളത് റിട്ടേൺ ഔട്ട്ലൈനായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അലൗ ദ ടീം ടു ഡെവലപ്പ് യൂണിഫൈഡ് കൊഹറൻറ്റ് ഡോക്യുമെൻറ്റ് ഫോർ ദ പ്രസൻറ്റേഷൻ നീഡ്ലെസ് റിപ്പീറ്റേഷൻസ്. അത് നമുക്ക് ഒരു റിപ്പീറ്റേഷൻ ഇല്ലാത്ത ഒരു നല്ലൊരു പ്രസൻറ്റേഷൻ ആക്കാൻ പറ്റണം. പ്രിസൈസ്ലി ആൻഡ് clearly. Some specific elements that are seem to occur in all good writing and presentations. എന്ന് വെച്ചാൽ നമ്മൾ പ്രസൻറ്റേഷൻസ്, നമ്മൾ നല്ല ഹാൻഡ് റൈറ്റിംഗ് അല്ലെങ്കിൽ നല്ല പ്രസൻറ്റേഷൻസിലൊക്കെ എന്താണ് കുറച്ച് നീറ്റായിരിക്കുന്നതും പ്രിസൈസ് ആയിരിക്കുന്നതും നല്ലതാണ്. ദീസ് ഇൻക്ലൂഡ് എഫക്റ്റീവ് use of short paragraphs that have single common thesis or topic, direct sentences that contain a subject and a verb. എന്ന് വെച്ചാൽ ഒരു സെൻറ്റൻസ് ആയിട്ട് കൊടുക്കുന്നതിൽ നല്ലത് ഒരു ആക്റ്റീവ് വോയിസോ അല്ലെങ്കിൽ ഒരു ആക്ഷൻ വേർബോ ആയിട്ട് അത് എന്താണ് റീഡറിലേക്ക് എത്തിക്കുന്നതാണ് നല്ലത്. ഡിസൈൻ യുവർ പേജസ് വെൽസ്. A long section divided into several subsections helps readers to understand where long section is going and it sustains their interest over journey. എന്ന് വെച്ചാൽ ഒരു ലോങ് സെക്ഷൻ ഒന്നിങ്ങോട്ട് നന്നായിട്ട് എന്താണ് റീഡറിന് അതൊരു സബ്സെക്ഷൻ ആയി കൊടുത്താൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും വായിക്കാൻ വേണ്ടിയിട്ട്. ടേബിൾ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ സിംഗിൾ ഫിഗർ ആൻഡ് ഷുഡ് ബി സ്പ്ലിറ്റ് ഇൻ ഓവർ എ പേജ് ബ്രേക്ക്. ടേബിൾസ് എന്താണ് ഒരു സിംഗിൾ ഫിഗർ ആക്കി കൊടുക്കണം. അതെന്താ അടുത്ത പേജിലേക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പാടില്ല ഒരു ടേബിൾ. സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് സ്ലൈഡ്സ് എൻകറേജ് റീഡേഴ്സ് ടു ലിസൺ ടു ദ സ്പീക്കർ വിത്തൗട്ട് ബീങ് ഡിസ്ട്രാക്റ്റഡ് വിഷ്വലി. എന്ന് വെച്ചാൽ സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് സ്ലൈഡ്സ്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ സിമ്പിളോ അല്ലെ ഡയറക്റ്റ്ലി ആയിട്ടാണെങ്കിൽ എന്താണ് അത് റീഡ് ചെയ്യുന്ന ആളെ സ്പീക്കറിലേക്ക് ശ്രദ്ധിക്കാനും പറ്റും, അതുപോലെ തന്നെ സ്ലൈഡിലേക്ക് ശ്രദ്ധിക്കാനും പറ്റും. ആ വിഷ്വലി ആയിട്ട് നമ്മളെന്താവില്ല ഡിസ്ട്രാക്റ്റ് ചെയ്യില്ല. ഇറ്റ് ഈസ് എ മിസ്റ്റേക്ക് ടു ഫിൽ സ്ലൈഡ്സ് വിത്ത് സോ മെനി വേർഡ്സ് ദാറ്റ് ഓഡിയൻസ് ഹാവ് ചൂസ് ബിറ്റ്വീൻ റീഡിങ് ദ സ്ലൈഡ് ആൻഡ് ലിസണിങ് ടു ദ സ്പീക്കർ ബിക്കോസ് ദെൻ ദ പ്രസൻറ്റേഴ്സ് മെസ്സേജ് വിൽ ഓൾമോസ്റ്റ് സെർട്ടൻലി ഡയലൂട്ടഡ് ഓർ ലോസ്റ്റ്. എന്ന് വെച്ചാൽ നമ്മുടെ പേജ് അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സ്ലൈഡൊക്കെ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കൂടുതൽ കണ്ടൻസ് ആ സ്ലൈഡ്സിൻ്റെ അകത്തുണ്ടെങ്കിൽ നമ്മൾക്ക് ഡൗട്ടാവും, ഇയാൾ പറയുന്നത് ശ്രദ്ധിക്കണോ അല്ലെങ്കിൽ ആ എന്താ പറയുക സ്പീക്കർ പറയുന്നത് ശ്രദ്ധിക്കണോ അല്ലെങ്കിൽ ഈ സ്ലൈഡ് വായിക്കണോ ഏതാ ഇപ്പോൾ ചെയ്യേണ്ടത് എന്നുള്ള കൺഫ്യൂഷനാവും. അപ്പോൾ നല്ലൊരു നീറ്റായിട്ട് ക്ലിയർ ആയിട്ട് നമ്മുടെ പേജ് വെല്ലായിട്ട് കുറച്ച് സബ്സെക്ഷൻസ് ആയിട്ട് കൊടുത്തിട്ട് വലിയ സെൻറ്റൻസ് ഒന്നും അല്ലാതെ സബ്സെക്ഷൻ ആയിട്ട് കൊടുത്തിട്ട് ടേബിൾ ഒരു പേജിൽ തന്നെ ഒതുക്കിക്കൊണ്ട് സിമ്പിളായിട്ട് എന്താണ് വലിയ എലോബറേഷനോ നറേഷനോ ഒന്നും കൊടുക്കാണ്ട് ഡയറക്റ്റായിട്ട് കൊടുക്കുന്ന സ്ലൈഡ്സ് എന്ത് ചെയ്യും എന്താ പറയുക ഡിസ്ട്രാക്റ്റ് ചെയ്യാതെ നന്നായിട്ടിരിക്കും. എനിത്തിങ് വിഷ്വലി. Audience are helped by judicious use of visual representation of information. Given enormous capabilities of word processing and presentation graphic software, there is no excuse for a team or not to use visual aids in its reports and presentations. ഓഡിയൻസിൽ എന്താണ് ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നായിട്ട് അത് ഇൻഫോർമേഷൻ നന്നായിട്ട് വിഷ്വലൈസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, വിഷ്വലൈസ് ചെയ്ത് നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ആ വേർഡ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. വിഷ്വൽ എയ്ഡ്സിന് ഒരു റിപ്പോർട്ട്സിലും പ്രസൻറ്റേഷൻ്റെ അകത്തുള്ള ഒരിതാണ്. ഓക്കെ, തിങ്ക് വിഷ്വലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഡിയൻസ് ആർ ഹെൽപ്സ് ബൈ ജുഡീഷ്യസ് യൂസ് ഓഫ് വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻഫോർമേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫോർമേഷൻ വെച്ചിട്ട് അവർ തന്നെ ഒരു വിഷ്വലൈസ് ചെയ്യണം.
മീൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡാറ്റാസ് വെച്ചിട്ട് അവർ വിഷ്വലൈസ് ചെയ്യണം. അല്ലാതെ നമ്മൾ എന്താണ് ഒരു പ്രസൻറ്റേഷൻസ് പ്രൊവൈഡ് ചെയ്തത് ഗിവൺ ദ എനോമസ് കാപ്പബിലിറ്റീസ് ഓഫ് വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് പ്രസൻറ്റേഷൻ ഗ്രാഫിക് സോഫ്റ്റ്വെയർ ദർ ഈസ് നോ എക്സ്ക്യൂസ് ഫോർ എ ടീം നോട്ട് യൂസ് വിഷ്വൽ എയ്ഡ്സ് ഇൻ ഇറ്റ്സ് റിപ്പോർട്ട്സ് ആൻഡ് പ്രസൻറ്റേഷൻ. അവർ യൂസ് ചെയ്യുന്ന എന്താണ് വിഷ്വൽ എയ്ഡ്സിൻ്റെ അകത്ത് പ്രസൻറ്റേഷൻ്റെ അകത്തും എന്ത് യൂസ് ചെയ്യാൻ പാടില്ല, വിഷ്വൽ എയ്ഡ്സ് കൊടുക്കാൻ പാടില്ല, വിഷ്വലായിട്ടൊന്നും കൊടുക്കാൻ പാടില്ല. എ ടീം ഷുഡ് നോട്ട് അലോ ദർ ഗ്രാഫിക്സ് capabilities to seduce them into clouding their slides with artistic background that make the words ineligible. നമ്മൾ കൊടുക്കുന്ന വേർഡ്സ് ഇന്നെലിജിബിൾ ആയിപ്പോൾ നമ്മൾ വേർഡ്സ് ഓരോരുത്തരും ഓരോ രീതിയിൽ തിങ്ക് ചെയ്യും. മീൻസ് കൂടുതലായിട്ട് വിഷ്വലൈസ് ചെയ്ത് തിങ്ക് ചെയ്യാൻ പറ്റും നമ്മളൊരു വേർഡ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ അതിൻ്റെ കൂടെ ഒരു പിക്ചറും കൂടി കൊടുത്തു കഴിഞ്ഞാൽ എന്താ, നമ്മൾ ആ കൊടുത്ത ആ ഇത് മാത്രമേ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. Write ethically. All the results or test outcomes, even those are not favorable, are presented and discussed. Ethical presentation also describe honestly and directly any limitation of design. It is also important to give full credit to others, such as authors or previous researchers where it's due. എന്ന് വെച്ചാൽ നമ്മളൊരു ഡിസൈനോ ഇതിങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് ആ ടെസ്റ്റ് ഔട്ട്കംസ് അല്ലെങ്കിൽ റിസൾട്ട് നമ്മൾ ഒരിക്കലും കോപ്പി ഇടാൻ പാടില്ല. നമ്മൾ എഴുതുന്ന കാര്യങ്ങളൊക്കെ എത്തിക്കലായിട്ട് കാര്യങ്ങളായിരിക്കണം. അഥവാ നമ്മൾ വേറൊരു സ്ഥലത്തുനിന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള ആ റിസർച്ചേഴ്സിൻ്റെ ഗൈഡ്ലൈൻസ് ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് ഡിസൈൻ ഓറലി. മോസ്റ്റ് ഡിസൈൻ projects call for a number of both formal and informal presentation to clients, users and technical reviewers. Because of the variety of presentation briefings that the team may called upon to make it impossible to examine each of them detail. However, they are key elements to common to most of them. എന്ന് വെച്ചാൽ എന്താണ്, നമ്മളൊരു ഇത് ഓറലി നമ്മൾ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഡിസൈൻ നമ്മൾ ഓറലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് മേ ബി ഫോർമൽ, ചിലപ്പോൾ അത് ഇൻഫോർമൽ ആയിരിക്കാം നമ്മുടെ പ്രസൻറ്റേഷനും. ഈ പ്രസൻറ്റേഷൻ നമ്മൾ ചെയ്യുക ക്ലയൻസിൻ്റെ അടുത്തും യൂസേഴ്സിൻ്റെ അടുത്തും പിന്നെ ടെക്നിക്കൽ റിവ്യൂ ചെയ്യുന്നവരുടെ അടുത്തുമാണ്. ബിക്കോസ് ഓഫ് വെറൈറ്റി ഓഫ് പ്രസൻറ്റേഷൻ, നമ്മൾ വെറൈറ്റി ഓഫ് പ്രസൻറ്റേഷൻസും ബ്രീഫിങ്സും കാരണം എന്താണ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് അത് ഇമ്പോസിബിളാണ്. എങ്ങനെയാണെങ്കിലും കുറച്ച് കീ എലമെൻറ്റ്സ് ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഐഡൻറ്റിഫൈ ദ ഓഡിയൻസ്, ഔട്ട്ലൈൻ ദ പ്രസൻറ്റേഷൻ, ഡെവലപ്പ് അപ്രോപ്രിയേറ്റ് സപ്പോർട്ടിംഗ് മെറ്റീരിയൽസ്, പ്രാക്ടീസ് ദ പ്രസൻറ്റേഷൻ. Mathematical modeling. Mathematical modeling is described as a conversation activity of real problem in mathematical form. എന്താണ് റിയൽ പ്രോബ്ലത്തിനെ മാത്തമാറ്റിക്കൽ ഫോമിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനാണ് മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്ന് പറയാം. എന്ന് വെച്ചാൽ മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു ആക്ടിവിറ്റിയെ എന്താ പറയുക, നമ്മളുടെ ഒരു റിയൽ പ്രോബ്ലം ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഉണ്ടാകും, കൺവേർഷൻ ആക്ടിവിറ്റി. അങ്ങനെ ഒരു റിയൽ പ്രോബ്ലത്തെ മാത്തമാറ്റിക്കൽ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം. ഇറ്റ് ഈസ് എ റെപ്രസെൻറ്റേഷൻ ഇൻ മാത്തമാറ്റിക്കൽ ടേംസ് ഓഫ് ബിഹേവിയർ ഓഫ് റിയൽ ഡിവൈസസ് ആൻഡ് ഒബ്ജക്ട്സ്. റിയൽ ആയിട്ടുള്ള ഡിവൈസസിൻ്റെ ഒബ്ജക്റ്റീവ്സിന് മാത്തമാറ്റിക്കൽ ടേംസിൽ അതിൻ്റെ ബിഹേവിയറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ. ഫിസിക്കൽ മോഡലിംഗ് മാത്തമാറ്റിക്കൽ മോഡലിംഗും തമ്മിലുള്ള വ്യത്യാസം. എ ഫിസിക്കൽ മോഡൽ ഇസ് ഫിസിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മോഡൽഡ് സിസ്റ്റം. എ മിനിയേച്ചർ വേർഷൻ ഓഫ് ഒബ്ജക്റ്റ് യൂസ് ടു സ്റ്റഡി ഹൗ വിൽ പെർഫോം ഇൻ റിയൽ വേൾഡ്. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മോഡൽഡ് സ്ട്രക്ചറിൻ്റെ ഫിസിക്കൽ റെപ്രസെൻറ്റേഷൻ, അതിൻ്റെ ഫിസിക്കലി അതെങ്ങനെ ഒക്യൂർ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഫിസിക്കൽ റെപ്രസെൻറ്റേഷനെയാണ് ഫിസിക്കൽ മോഡൽ എന്ന് പറയുക. അതൊരു മിനിയേച്ചർ വേർഷനാണ്, അതെങ്ങനെ ഒക്യൂർ ചെയ്യുന്നു എന്നുള്ളത്. എ മാത്തമാറ്റിക്കൽ മോഡ് ഈസ് an abstract model that mimics reality using the language of mathematics. Unlike physical model, mathematical model is a representation of symbols and logic instead of physical characteristics. എന്താണ് മാത്തമാറ്റിക്കൽ മോഡൽ എന്താണ് മിമിക് ചെയ്യും,
in using language of mathematical physical model ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു ഇത് കൊടുക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്കൽ മോഡലിൻ്റെ അകത്ത് നമ്മൾ സിമ്പിൾസ് ആൻഡ് ലോജിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. മാത്തമാറ്റിക്കൽ മോഡൽ ഇസ് റെപ്രസെൻറ്റ്സ് വിച്ച് കോംപ്രഹെൻസീവ് സിറ്റുവേഷൻസ്. ഹൗ മാത്തമാറ്റിക്കൽ മോഡലിംഗ് പ്രോബ്ലം വർക്ക്സ്. സപ്പോസ് എ സർവേയർ, എങ്ങനെയാണ് മാത്തമാറ്റിക്കൽ മോഡലിംഗ് പ്രോബ്ലം വർക്ക് ചെയ്യുന്നത് നോക്കാം നമുക്ക്. സപ്പോസ് എ സർവേയർ ടു മെഷർ ദ ഹൈറ്റ് ഓഫ് എ ടവർ. നമ്മളൊരു ടവറിൻ്റെ ഹൈറ്റ് നമുക്ക് മെഷർ ചെയ്യണേ. നമ്മൾ ട്രിഗ്നോമെട്രിയിൽ 10th ട്രിഗ്നോമെട്രിയിൽ പഠിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത്ര ഹൈറ്റുള്ള ടവറിന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, അത് നമുക്ക് വായിച്ച് നോക്കാം. ഇറ്റ് ഈസ് ഫിസിക്കലി വെരി ഡിഫിക്കൽട്ട് ടു മെഷർ ദ ഹൈറ്റ് ഓഫ് യൂസിങ് മെഷറിംഗ് ടാപ്പ്. ഒരു മെഷറിംഗ് ടാപ്പ് വെച്ച് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഫൈൻഡ് ഹൈറ്റ് ഓഫ് ടവർ. സോ അതർ ഓപ്ഷൻ ടു ഫൈൻഡ് അതർ ഫാക്ടേഴ്സ് ദാറ്റ് ആർ യൂസ്ഫുൾ ടു ഫൈൻഡ് ഹൈറ്റ്. ഇങ്ങനെയാണ് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക, ഹൈറ്റ് ഓഫ് ദി ടവർ കണ്ടുപിടിക്കാം. ഇഫ് യു നോ എന്താണ്, ഫ്രം ഹിസ് നോളജ് ഓഫ് ടെക്നോമെട്രി ഹി നോസ് ദാറ്റ് ഇഫ് ഹി ഹാസ് എൻ ആംഗിൾ ഓഫ് എലവേഷൻ ആൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ഫുട്ട് ആൻഡ് ദ ടവർ പോയിന്റ് where he is standing, then calculate the height of tower. എന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, അയാളുടെ ലൈൻ ഓഫ് സൈറ്റ് ഇതാണ്, ഓർ ആംഗിൾ ഓഫ് എലവേഷൻ 45 degree ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് അയാൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഇവിടെ ഫൂട്ടിൻ്റെ ബോട്ടം എന്ന് വെച്ചാൽ ടവറിൻ്റെ ബോട്ടം വരെ ഉള്ള ഡിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കണ്ടുപിടിക്കാം, ഹൈറ്റ് ഓഫ് ദി ടവർ കണ്ടുപിടിക്കാം അല്ലേ. അതെങ്ങനെയായിരുന്നു, 1:2:3 ആയിരുന്നു. 30 degree or 60 degree വൺ ചെയ്താൽ 45 ആണ്, 1:2. Okay, so his job is now simplified to find the angle of elevation of the top of the tower and the distance from the foot of the tower to find the point where he is standing, both which are essentially measurable. അത് രണ്ടും മെഷർ ചെയ്യാൻ പറ്റും. കാറ്റഗറീസ് ഓഫ് മാത്തമാറ്റിക്കൽ മോഡലിംഗ്. മാത്തമാറ്റിക്കൽ മോഡലിങ്ങിന് 2 കാറ്റഗറീസ് ഉണ്ട്, തിയററ്റിക്കൽ മോഡലിങ്ങും എക്സ്പെരിമെൻ്റൽ മോഡലിങ്ങും. ഇനി നമുക്ക് നോക്കാം എന്താണ് തിയററ്റിക്കൽ മോഡലിംഗ്. ഇൻ തിയററ്റിക്കൽ മോഡലിംഗ് ദ സിസ്റ്റം ഈസ് ഡിസ്ക്രൈബ്ഡ് യൂസിങ് ഇക്വേഷൻ ഡിറൈവ്ഡ് ഫ്രം ഫിസിക്സ്. Systems which are modeled entirely based on physical principles are called white box models. These mean that user has all details concerning how the system works. For example, when modeling in the suspension of vehicle, we assume that the stiffness of spring is constant even if the reality is not. Theoretical modeling എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ആ സിസ്റ്റത്തിനെ ഇക്വേഷൻസ് വെച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നതിനാണ് തിയററ്റിക്കൽ മോഡലിംഗ് എന്ന് പറയുക. ആ ഇക്വേഷൻസ് ഫിസിക്സിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഒരു സിസ്റ്റം വിച്ച് ആർ മോഡൽ ആൻഡ് ഫിസിക്കൽ പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ട് ഒരു സിസ്റ്റം മോഡൽ ചെയ്യണേ, അതിന് വൈറ്റ് ബോക്സ് മോഡൽസ് എന്ന് പറയും. എന്ന് വെച്ചാൽ യൂസറിന് എന്താ പറയുക, എങ്ങനെയാണ് ആ സിസ്റ്റം വർക്ക് ചെയ്യുക എന്നുള്ളത് അറിയാം. ഫോർ എക്സാമ്പിൾ, when the modeling a suspension of a vehicle, we assume that the stiffness of spring is constant evenly if in reality is not. ഒരു വെഹിക്കിളിൻ്റെ മോഡൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ സ്റ്റിഫ്നെസ് ഓഫ് സ്പ്രിങ് കോൺസ്റ്റൻ്റ് ആണെന്ന് എടുക്കുന്നത്, ഈവൻ ഇഫ് ഇറ്റ് ഈസ് റിയലി നോട്ട്. അതാണ് തിയററ്റിക്കൽ മോഡലിങ്ങിൻ്റെ എക്സാമ്പിൾ. An example of theoretical modeling is equation describing behavior of RL circuit. The system behavior can be modeled with the differential equation L di dt by plus Ri എന്ന് പറഞ്ഞ ഇക്വേഷൻ is equal to E എന്നാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് എന്താണ് തിയററ്റിക്കൽ. ഇങ്ങനെ ഈ ഇക്വേഷൻ ഫിസിക്കൽ ഇക്വേഷൻ ആണിത്, റൈറ്റ്. ഇതെന്താണ് ശരിക്കും ഈ ഇലക്ട്രിക് ബാറ്ററി എന്നൊക്കെ പറയുമ്പം RL സർക്യൂട്ട് എന്നൊക്കെ പറയുമ്പോൾ അത് ഫിസിക്സാണ്. ഫിസിക്സിൻ്റെ അകത്തുള്ള മാത്തമാറ്റിക്കലായിട്ടുള്ള ഇക്വേഷനാണ് LdI/dt plus R/I = E എന്ന് പറയുന്നത്. In many cases, mathematical model of system end up being complicated, requires simplification. The drawback of simplification process is that it could ignore some relevant physical phenomena which could be critical to control system. Experiment modeling. Experimental modeling, also called as system identification, is based on measurements. In the mathematical model of the system is derived from several set of measurements, each recording the system response for the stimulus and inputs.
എക്സ്പെരിമെൻ്റൽ മോഡലിങ്ങിനെ നമ്മൾ സിസ്റ്റം ഐഡൻറ്റിഫിക്കേഷൻ എന്നും വിളിക്കും. കാരണം അത് ബേസ് ചെയ്തിരിക്കുന്നത് എന്താണ്, മെഷർമെൻറ്റിൻ്റെ ബേസിസ് ആണ്. എന്താണ് മാത്തമെറ്റിക്കൽ മോഡലിങ്ങിൻ്റെ അകത്ത് ഡിറൈവ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറേ സെറ്റ് ഓഫ് മെഷർമെൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻപുട്ട് കൊടുത്തിട്ട്. ബ്ലാക്ക് ബോക്സ് മോഡൽസ് എന്നാണ് എക്സ്പെരിമെൻ്റൽ മോഡൽസിനെ പറയാം. This meant the user can observe response of the model for certain input but has no information about the internal mechanism. Internal mechanismത്തിനെ കുറിച്ച് പ്രത്യേക അറിവൊന്നുമില്ലെങ്കിലും എന്താണ് ആ കൊടുത്തിരിക്കുന്ന ഇൻപുട്ടിനുള്ള ഔട്ട്പുട്ട് ഒബ്സർവ് ചെയ്യാം. Examples where mathematical modeling is used effectively to study various situations. Example 1. In cricket, a third umpire takes a decision of LBW of looking at the trajectory of the ball simulated, assuming that the batsman is not. The mathematical equations are arrived at based on known paths of ball before its batsman's leg. The simulated model is used to take the decision of LBW. LBWൻ്റെ ഡിസിഷൻ എടുക്കാനാണ് പറയുന്നത്. Example, meteorology department makes weather prediction based on mathematical models. Mathematical models indaanu base ചെയ്ത meteorological departments weather predict ചെയ്യുന്നത്. Some of the parameters which affect change of weather condition are temperature, air pressure, humidity, wind speed, etc. Instruments used to measure these parameters. ഈ മെഷർ ചെയ്യാൻ വേണ്ടി പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യും. Once the data are received from many stations around the country, feed into computers and further analysis and interpretations. എന്താണ് പ്രോട്ടോടൈപ്പിംഗ് ആൻഡ് പ്രൂഫിംഗ് ദ ഡിസൈൻ? പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ defined as a first full scale and usually functional forms of a new type or design of construction such as aeroplane. ഫസ്റ്റ് ഫുൾ സ്കെയിൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് പ്രോട്ടോടൈപ്സ് ആർ വർക്കിംഗ് മോഡൽസ് ഓഫ് ഡിസൈൻഡ് എയർക്രാഫ്റ്റ്സ്. ഡിസൈൻഡ് എയർക്രാഫ്റ്റ്സിൻ്റെ ഒരു വർക്കിംഗ് മോഡലിനാണ് ബ്ലൂ പ്രിൻ്റ് പോലെ. Okay, they are tested in the same operating environments in which they are expected to function as a final product. ആ ഫൈനലായിട്ട് പ്രൊഡക്റ്റ് അത് വർക്ക് ചെയ്യേണ്ട അതേ എൻവയോൺമെൻറ്റിൽ വെച്ചിട്ട് അതൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ദാറ്റ് എയർക്രാഫ്റ്റ് കമ്പനീസ് റുട്ടീൻലി ബിൽഡ് prototypes while rarely if ever does anyone build a prototype of a building. എയർക്രാഫ്റ്റ് കമ്പനീസ് റുട്ടീനായിട്ട് അവരെ പ്രോട്ടോടൈപ്സ് ഉണ്ടാക്കും. പക്ഷേ ഏതെങ്കിലും ഒരു കമ്പനി ബിൽഡിങ്ങിൻ്റെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, റെയറായിട്ട്. മോഡൽ. എ മോഡൽ ഈസ് എ മിനിയേച്ചർ റെപ്രസെൻറ്റേഷൻ ഓഫ് സംതിങ്. ഇതുണ്ടോ, ഇതാണ് മോഡൽ എന്ന് പറഞ്ഞാൽ. For an example, for imitation or emulation, we use model to represent some devices or processes. They may be paper models or computer models or physical models. അത് computer models ആവാം, physical models ആവാം, paper models ആവാം. We use them to illustrate certain behavior or phenomena as we try to verify validity of underlying theory. Models are usually smaller and made of different materials that are the original artifacts that represent and are typically tested in laboratory or in some other controlled environment to validate their expected behavior. മോഡൽസ് എപ്പോഴും ചെറുതായിരിക്കും. എന്താണ് നമ്മൾ ഉണ്ടാക്കുന്ന മോഡൽസ് ശരിക്കും ഉണ്ടാക്കുന്ന അതേ മെറ്റീരിയൽ കൊണ്ടൊന്നായിരിക്കില്ല ഉണ്ടാക്കുക, വേറെ എൻവയോൺമെൻറ്റിലായിരിക്കും ഉണ്ടാവുക. അത് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. A proof of concept in context refers to a model of some part of the design that is used to specify to test whether particularly concept will actually work as proposed. Doing proof of concept test means doing controlled experiments to prove or disapprove concept. So POC represents the evidence. POC means എന്താണ്? Proof of concept. POC represent the evidence of the demonstrating that the project or the product is feasible and worthy enough to justify the expenses needed to support and develop it. Companies and startups use POC to demonstrate their idea could in reality be built to achieve the certain goals. Prototypes and models. Prototypes are intended to demonstrate a product will function
designed, so they are tested in actual operating environments. Similar uncontrolled environments are close to their real world possible. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ പ്രൊഡക്റ്റിൻ്റെ ഒരു മിനിയേച്ചർ ആയിട്ടുള്ള അതേ സാധനം തന്നെ എന്ന് വെച്ചാൽ ബ്ലൂ പ്രിൻ്റ് പോലെയൊക്കെ എടുക്കുന്നതാണ്. ഡിസൈൻ ചെയ്യും, അത് അതേ എൻവയോൺമെൻറ്റിൽ അതേ സിമിലർ കണ്ടീഷനിലാണ് ഉണ്ടാക്കുക. Models are intentionally tested and controlled environments that allow the model builder to understand particular behavior or phenomenon that being modeled. An aeroplane prototype is made of same materials as the same size, shape, configuration and those intended to fly series. എന്താ പറയുക, ബിയോങ് 747S or Airbus 310S ആണ് എക്സാമ്പിൾ. ഒരു എയർപ്ലെയിൻ്റെ പ്രോട്ടോടൈപ്പ് അതുണ്ടാക്കുന്ന അതേ മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുക, അതേ സൈസും അതേ ഷേപ്പും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക, അതേ കോൺഫിഗറേഷനും പ്രൊവൈഡ് ചെയ്യും, അതുപോലെ തന്നെ പറക്കാനും കഴിയും. A model aeroplane would be likely much smaller. It might be flown in wind tunnel or sheer enjoyment, but not other prototype ആയിക്കില്ല. Prototype is a first of its kind. A model revised represent. When do we build a prototype? The answer, it depends. The decision to build a prototype depends on a number of things, including the size, type, and the design space, the cost of a building prototype, the ease of the building that prototype, the role of full-size prototype might also ensuring widespread acceptance of new design, and the number of copies of the final artifact that are expected to build. എന്ന് വെച്ചാൽ ഒരു ബിൽഡിങ്ങിൻ്റെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുക, അത് ഡിപ്പെൻഡ്സ് ചെയ്യും. എന്ന് വെച്ചാൽ ബിൽഡിങ്ങിൻ്റെ സൈസ്, ടൈപ്പ്, ഡിസൈൻ സ്പേസ്, കോസ്റ്റ് ഓഫ് ദ ബിൽഡിങ്ങിൻ്റെ പ്രോട്ടോടൈപ്പ്, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഒരു ബിൽഡിങ്ങിൻ്റെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുക. ദ ഡിസൈൻ സ്പെക്സ് ഓഫ് ബോത്ത് എയർക്രാഫ്റ്റ് ആൻഡ് ഹൈ റൈസ് ബിൽഡിങ്സ് ആർ ലാർജ് കോംപ്ലെക്സ്. ദർ ആർ millions of parts in each of these examples, so many design choices are along the way. Using mistake proofing a product design manufacturing process, key element of design. A difficult to assemble the product, more likely to assembled incorrectly. Mistake proofing is oriented toward finding and correcting problem as close to source as possible, because finding and correcting defects caused by errors cost increasingly more as product or item flows through a process. Concept of mistake proofing: control or features in the product or processes to prevent or diminish the occurrence of errors. Simple and inexpensive inspection of errors detection at the end of each successive operation to determine the correct and defects. 6 mistakes: elimination, replacement, prevention, facilitation, detection, mitigation. Okay, elimination എന്ന് പറഞ്ഞാൽ എന്താണ്? The method eliminates possibly error by redesigning the product or the process task necessary. എന്ന് വെച്ചാൽ ആ പ്രോസസ്സ് റീഡിസൈൻ ചെയ്തിട്ട് ആദ്യം ഉണ്ടായ എറർ എലിമിനേറ്റ് ചെയ്യും. റീപ്ലേസ്മെൻറ്റ് എന്താ? ഇമ്പ്രൂവ് ചെയ്യുക റിലയബിലിറ്റി. എന്ന് വെച്ചാൽ ആ പ്രോഡക്റ്റിൻ്റെ നമ്മൾ അഷ്യൂർ ചെയ്യുന്ന ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാം. യൂസ് ഓഫ് റോബോട്ടിക്സ് ഓർ ഓട്ടോമേഷൻ പ്രിവെൻറ്റ് മാനുവലി സിംപ്ലി അറിയാം. Prevention design engineer should design the product or process so that impossible to make mistake at all. Part feature are not only assembly that correct way, part symmetry that avoids incorrect insertion. Facilitation provided utilizes specific methods and grouping steps will make assembly easier to perform. Example and visual controls that include color coding, marking, labeling of parts. Detection and the errors are detected before they move to next processing step so that the user can quickly correct the problem. Sensors in the production process to identify when the parts are incorrectly assembled. Mitigation, the principle of attempting to decrease the effects of error. Fused to prevent overloading circuits. ഇപ്പോൾ നമ്മളുടെ മൊഡ്യൂള് ദിസ് വാസ് എ മൊഡ്യൂൾ 3 അങ്ങനെ തീർന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.